കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി തീരാൻ 1 മാസം കൂടി മാത്രം. ആരിഫിന് കാലാവധി നീട്ടുമോ അതോ പുതിയ ഗവർണറെ നിയോഗിക്കുമോ എന്നതാണ് സർക്കാർ ഉറ്റുനോക്കുന്നത്. കേന്ദ്രത്തിന്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ് നിയമനം നടത്തേണ്ടത്. മോദി സർക്കാർ ഗവർണർമാർക്ക് അതത് സംസ്ഥാനങ്ങളിൽ 2ാം ടേം നൽകിയിട്ടില്ല. ഈ നയം ആരിഫ് ഖാന്റെ കാര്യത്തിൽ നടക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി സെപ്റ്റംബർ 6-നാണ് കഴിയുന്നത്. കാലാവധി തീർന്നാലും ഗവർണർക്ക് പദവി ഒഴിയേണ്ട കാര്യമില്ല. ഭരണഘടനാ പ്രകാരം 5 വർഷ കാലയളവിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പ്രീതിയുള്ളിടത്തോളമോ ആണ് ഗവർണർക്ക് തുടരാനാവുക. ഇതിനാലാണ് കുഴപ്പക്കാരായ ഗവർണർമാരെ 5 വർഷ കാലാവധി പൂർത്തിയാകും മുൻപ് തന്നെ മാറ്റാൻ കേന്ദ്രത്തിന് കഴിയുന്നത്. അതിനാൽ കാലാവധി കഴിഞ്ഞാലും പുതിയ ഗവർണറെ നിയമിക്കും വരെ ആരിഫ് മുഹമ്മദ് ഖാന് തൽസ്ഥാനത്ത് തുടരാനാവും. യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ നിയമനമടക്കം ആരിഫ് ഖാൻ തുടക്കമിട്ട നിയമ പോരാട്ടങ്ങളും നടപടികളും പാതിവഴിയിലാണ്. ഗവർണർ VC നിയമനത്തിന് ഇറക്കിയ സെർച്ച് കമ്മിറ്റി വിജ്ഞാപനങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. VC നിയമനത്തിന്റെ പേരിൽ സർക്കാരുമായി പോരിലാണ് ഗവർണർ. ഈ സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ ഉടൻ പദവിയിൽ നിന്ന് മാറ്റുമോ എന്നത് വ്യക്തമല്ല. വിവിധ വിഷയങ്ങളിൽ പിണറായി സർക്കാരുമായി ഏറ്റുമുട്ടിയ ഗവർണറുടെ നീക്കങ്ങൾ ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനു പിന്നാലെ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഗവർണർ അയച്ചതും കേരളം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. 73-കാരനായ ആരിഫ് ഖാൻ നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തിനായിരുന്നു ശ്രമിച്ചിരുന്നതെങ്കിലും ബംഗാൾ ഗവർണറായിരുന്ന ഉദ്ദീപ് ധൻഖറിനാണ് നറുക്കു വീണത്. 2004-ൽ BJPയിൽ ചേർന്ന ഖാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഉന്നത BJP നേതാക്കളുമായും ഉറ്റ ബന്ധമുള്ളയാളാണ്. താൻ പതിറ്റാണ്ടുകളായി RSS ആണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ 22ാം ഗവർണറായി 2019 സെപ്റ്റംബർ 6-നാണ് ഖാൻ ചുമതലയേറ്റത്. ഖാന് പകരമായി കേരളത്തിലേക്ക് ഗവർണറായി ആരെത്തുമെന്നതിലും സർക്കാരിന് കടുത്ത ആശങ്കയുണ്ട്. ഉത്തരേന്ത്യയിലെ കടുത്ത സംഘരാഷ്ട്രീയക്കാരെ ആരെയെങ്കിലും കേരളത്തിലേക്ക് നിയോഗിക്കാൻ ഇടയുണ്ടെന്ന് സർക്കാർ വിലയിരുത്തുന്നു. സമാനമായി സംസ്ഥാനത്താകെ BJPക്ക് അനുകൂലമായ നടപടികളെടുക്കാൻ ഗവർണർക്ക് കഴിയും. അതിനാൽ തന്നെയും ആരിഫ് ഖാന് പകരമെത്തുന്നത് ആരാണെന്ന് ആശങ്കയോടെയും ആകാംക്ഷയോടെയും വീക്ഷിക്കുകയാണ് സർക്കാർ.